എന്തുവാ മക്കളെ ചായ കുടിക്കാടി. ഇപ്പൊ വേണ്ട അമ്മ, എനിക്ക് ചായ ഇച്ചിരി കഴിഞ്ഞിട്ട് മതി. എങ്കിലും അമ്മ മക്കൾക്ക് കഴിക്കാനുള്ളതും ചായയും കൂടെ ടേബിളെ വെച്ചേക്കാം കേട്ടോ. ഓ ശരി ശരി അമ്മ, അവിടെ വെച്ചിരുന്നാൽ മതി, ഞാൻ കഴിച്ചോളാം. അമ്മേ. എന്താ മക്കളെ? എൻ്റെ റിസൾട്ട് വന്നു. ആണോ? എന്നിട്ടല്ല മകൾക്ക് നല്ല മാർക്കുണ്ടോ? എനിക്കാണ് ക്ലാസ് ഫസ്റ്റ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ മുഴുവൻ പഠിച്ചിട്ടാണ് പോയത്. എനിക്ക് എല്ലാത്തിനും നല്ല മാർക്കുണ്ടമ്മേ. എനിക്ക് ക്ലാസ് ഫസ്റ്റ്. മിസ്സ് പറഞ്ഞു വെരി ഗുഡ് എന്ന്. അടുത്ത പ്രാവശ്യം ഇതുപോലെ മാർക്ക് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പായസം വെക്കുമോ അമ്മേ? ഇപ്പം വെച്ച് തരാം കേട്ടോ. ശരി അമ്മ. ഓക്കെ, ഞാൻ ഒന്ന് കിടക്കട്ടെ അമ്മേ, പായസം വെച്ചിട്ട് എന്നെ വിളിക്കണേ. അമ്മേ അമ്മ, എനിക്ക് നാളെ എക്സാം അല്ലേ അമ്മേ. ഞാൻ കുറച്ച് പോയി ഒന്ന് പഠിച്ചോട്ടെ അമ്മേ. ഇത്രയും ജോലിയെല്ലാം ഒതുക്കി വെച്ചമ്മേ. നീ ഇനി ബാക്കി കിടപ്പുണ്ട്, കുറച്ച് പഠിച്ചിട്ട് ഞാൻ വരണം. ഇല്ല അമ്മേ, ഞാൻ പഠിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാമേ. ശരി ശരി, ഞാൻ വിളിക്കുമ്പോൾ ഇനി വന്നേക്കണം. ദൈവമേ, ഇപ്പം തന്നെ ഇത്രയും സമയമായി. നീ എപ്പോൾ പഠിക്കാനാ? നീ ഇപ്പം പഠിച്ച തലേക്ക് നോക്കാം. പറ്റുന്ന അത്രയും പഠിക്കാം. ദൈവമേ, ജയിക്കാനുള്ള മാർക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അവനെ ഉറക്കം വരുന്നു. അനുവേ. എന്തോ അമ്മേ? നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അതാ വരുന്നമ്മേ. അമ്മേ, എന്താ വിളിച്ചമ്മേ? കൊച്ചെ കുറച്ച് തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ട് പോയേ. അമ്മേ, എനിക്ക് നാളെ എൻ്റെ അമ്മ എക്സാം. എനിക്ക് കുറച്ചൊന്ന് പഠിക്കട്ടമ്മേ. ഞാൻ ഇത്ര ഒതുക്കി വെച്ചില്ലായിരുന്നു. അത് ഇനി സമയമുണ്ടല്ലോ പഠിക്കാൻ. തൽക്കാലം അടുക്കളയിൽ ഇച്ചിരി തേങ്ങയും തിരിഞ്ഞ് വെച്ചാൽ മീനും ഒക്കെ വെട്ടി വെച്ചൊന്ന് വെച്ചിട്ട് പോകും. പിന്നെ ആ പാത്രവും കൂടെ ഒന്ന് കഴുകി വെച്ചേരാം. മക്കൾ ഇതെല്ലാം ഒതുക്കിട്ടൊന്ന് കഴുകി വെക്കും. ഞാൻ അപ്പുറത്തെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടല്ലോ. ശരി അമ്മ, ഞാൻ ഇപ്പം ചെയ്ത് വെച്ചേക്കാം. ശരി. എൻ്റെ ദൈവമേ, ഞാനിനി എപ്പോൾ പഠിക്കാനാ? ഉള്ള സമയം മൊത്തം അടുക്കളയിലായിപ്പോയി. ജയിക്കുമോ എന്തോ. സമയം ഒരുപാടായി. ഏട്ടനാണല്ലോ വിളിക്കുന്നത്. ഹലോ ഏട്ടാ, പറഞ്ഞു ഏട്ടാ. നീ എന്തെടുക്കുവാ? ഇല്ല ഏട്ടാ, ഞാൻ പഠിക്കുമായിരുന്നു. അത് ശരി, ഇത്രയും നേരമായിട്ടും പഠിച്ചു കഴിഞ്ഞില്ലയോ? രാവിലെ ഇരുന്നേ ഇല്ലയോ? ഇല്ല, ഞാൻ അങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ. എനിക്ക് അടുക്കളയിൽ ജോലി. നീ എൻ്റെ ഷർട്ട് അയൺ ചെയ്ത് വെച്ചായിരുന്നോ? ഷർട്ട് ഇല്ല, ഞാൻ അയൺ ചെയ്തില്ല. നീ വേഗം ആ ഷർട്ടും ജീൻസും ഒന്ന് അയൺ ചെയ്ത് വെച്ചേരേ കേട്ടോ. ഏട്ടാ, എനിക്ക് പഠിക്കാൻ ഒട്ടും സമയമില്ല ഏട്ടാ. നാളെ എനിക്ക് എക്സാമാണ്. ഏട്ടൻ വന്നിട്ട് അയൺ ചെയ്യുമോ? ഞാൻ വരുമ്പോൾ ലേറ്റ് ആവും. ഞാൻ വന്നിട്ട് എപ്പോൾ ചെയ്യാൻ? നീ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചേരെ. ശരി ചേട്ടാ, ഞാനിപ്പോൾ അയൺ ചെയ്ത് വെച്ചേക്കാം. ശരി ഏട്ടാ. എൻ്റെ ഭഗവാനെ, എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് പഠിക്കാനും സമയമുണ്ട്, ഉറങ്ങാനും സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. ഇപ്പം എനിക്കൊരു സമയവും ഇല്ലാതായിപ്പോയല്ലോ ഭഗവാൻ.